2-3 ദിവസമായി പഴത്തോട്ടത്തിൽ നിന്ന് പഴങ്ങളൊന്നും ലഭിക്കാത്തതുകൊണ്ട് ടെറസിലെ പച്ചക്കറി ചെടികളിലാണ് പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ പലതരത്തിലുള്ള പച്ചക്കറികൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. ആനക്കൊമ്പൻ വെണ്ടച്ചെടികളിൽ നിന്ന് പച്ചയും ചുവപ്പും നിറത്തിലുള്ള കുറച്ച് വെണ്ടയ്ക്കകൾ ഇന്നും കിട്ടി. 1-2 ദിവസം കൂടുമ്പോഴെങ്കിലും വെണ്ടയ്ക്ക വിളവെടുത്തില്ലെങ്കിൽ ഇതൊക്കെ മുറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വെണ്ടയ്ക്കയുടെ വിളവെടുപ്പിന് ശേഷം കത്രിക്ക ചെടിയുടെ അടുത്തേക്കാണ് പോയത്. ഞാൻ ടെറസിൽ 3 തരത്തിലുള്ള കത്രിക ചെടികൾ നട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിന് ഇളം വയലറ്റും പച്ചയും വെള്ളയും കലർന്ന നിറമാണ്. ഇതിൻ്റെ 3-4 മൂട് ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ കത്രിക നല്ല കടും വയലറ്റിൽ വെള്ള വരകളോട് കൂടിയതാണ്. ഈ ചെടിയിൽ നിന്ന് ഒരുപാട് കായകൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ടും വയലറ്റ് നിറത്തിലുള്ള കത്രിക്കയാണ്. ഈ ചെടി ഏകദേശം കായ്ഫലമെല്ലാം തന്നു തീർന്നു കഴിഞ്ഞു. അടുത്തത് നമുക്ക് കുറച്ച് പച്ചമുളക് വിളവെടുക്കാം. പച്ചമുളക് 2-3 തൈകൾ വച്ച് പിടിപ്പിച്ചാൽ ഒരു കുടുംബത്തിന് അത് തന്നെ ധാരാളമാണ്. എൻ്റെ തക്കാളി ചെടിയിലും ഒരു തക്കാളി നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ട്. ഇതുകൂടി നമുക്കൊന്ന് പറിച്ചെടുക്കാം. 1 മൂട് നാരകം മാത്രമേ ഞാൻ ടെറസിൽ നട്ടിട്ടുള്ളൂ എങ്കിലും വല്ലപ്പോഴും കുറച്ച് നാരങ്ങ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. 5 ഗ്രോ ബാഗുകളിൽ സലാഡ് വെള്ളരി നട്ടതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും സലാഡ് വെള്ളരി കിട്ടുന്നുണ്ട്. സാമാന്യം വലിപ്പമുള്ള സലാഡ് വെള്ളരിയാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. പച്ചക്കറി ചെടികൾ നട്ടിരിക്കുന്ന ചട്ടികളിൽ താനെ മുളച്ചു വരുന്ന ചീര എന്നും വിളവെടുക്കാൻ കഴിയുന്നുണ്ട്. ഇന്നും കുറച്ച് ചീര വിളവെടുത്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.